ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ടെസ്റ്റിൻ്റെ അകത്ത് വീഡിയോ പ്ലേ ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോയിലേക്ക് എങ്ങനെ ഒരു ടെസ്റ്റ് മാസ്ക് ചെയ്ത് കൊടുക്കാം എന്നൊക്കെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഫക്റ്റാണ്. നമ്മൾ ഫോട്ടോഷോപ്പിലും ഇല്ലസ്ട്രേറ്ററിലൊക്കെ നമ്മൾ മാസ്കിംഗ് എന്ന് പറയുന്ന ഒരു ഇത് നോക്കിയതാണ്. സെയിം ഇത് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. നമുക്ക് അതിനായിട്ട് ഒരു വീഡിയോ ആദ്യമേ തന്നെ നമുക്കിവിടെ കൊണ്ടുവയ്ക്കാം. ഞാനൊരു വീഡിയോ ഇവിടെ കൊണ്ടുവച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ മുകളിലേക്ക് ഒരു ടെസ്റ്റ് ടൈപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒക്കെ ഞാനൊരു ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടെസ്റ്റിനെ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ എഫക്ട്സ് കൺട്രോൾസിൽ പോവുക. നമുക്കതിൻ്റെ വലിപ്പമെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്കതിനെ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഒക്കെ നമ്മുടെ ടെസ്റ്റിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് നമ്മുടെ വീഡിയോയുടെ മുകളിലത്തെ ലെയറിലാണ്. ആ വീഡിയോയുടെ ഏത് അറ്റം വരെ, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ വേണോ, അത് നമ്മുടെ ടൈം ലൈനിൽ എത്ര സമയം വേണം എന്നുള്ളത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ആ വീഡിയോയ്ക്ക് മുകളിൽ മൊത്തത്തിൽ അത് കൊടുത്തേക്കുവാണ്. നമുക്കതിന് ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ടെസ്റ്റിൻ്റെ ബാക്കിൽ നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നുണ്ട്. നമുക്ക് ആ ടെസ്റ്റിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് ആ വീഡിയോ മാസ്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റാണ് ട്രാക്ക് മേറ്റ് എന്ന് പറയും. നമ്മൾ കീയിങ് ഒക്കെ നോക്കിയിട്ടുള്ളതാണ്. നമുക്ക് കീയിങ് ഉപയോഗിച്ച് നമ്മൾ ഗ്രീൻ സ്ക്രീനൊക്കെ കീ ചെയ്ത് കളയുന്നത് ആഫ്റ്റർ എഫക്ട്സിലും പ്രീമിയറിലൊക്കെ നമ്മൾ നോക്കിയതാണ്. നമ്മൾ ആ സെയിം പരിപാടി തന്നെയാണ് ഈ ട്രാക്ക് മേറ്റ് എന്ന് പറയുന്നത്. അതായത് താഴെ കിടക്കുന്ന, അതായത് രണ്ടാമത് കിടക്കുന്ന ലെയറിനെ ടെസ്റ്റിൻ്റെ മേളിൽ കിടക്കുന്ന ലെയറിലേക്ക് മാസ്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ട്രാക്ക് മേറ്റ് എന്ന് പറയുന്ന എഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കതിന് വേണ്ടി നമ്മുടെ എഫക്ട്സ് കൺട്രോൾസിൽ നമുക്ക് വീഡിയോ എഫക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുത്താലും മതി. അതിൻ്റെ എവിടെയാണ് കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ്. വീഡിയോ എഫക്റ്റിൽ കീയിങ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് മേറ്റ് കീ എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. നമുക്ക് ആ ഒരു എഫക്റ്റ് വലിച്ച് നമ്മുടെ വീഡിയോയുടെ മുകളിലേക്ക് വലിച്ചിടാം. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ എഫക്ട്സ് കൺട്രോൾസിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ട്രാക്ക് മേറ്റ് എന്ന് പറയുന്ന എഫക്റ്റ് കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ട്രാക്ക് മേറ്റിൻ്റെ എഫക്റ്റ് കൺട്രോളാണിത്. നമുക്ക് ട്രാക്ക് മേറ്റിൻ്റെ അകത്ത് മേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ നണ്ണാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് വീഡിയോ 3, വീഡിയോ 2 ഉണ്ട്. നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന 1 ആണ്. നമ്മൾ ഏത് ടൈം ലൈനുമായിട്ട്, അതായത് ടൈം ലൈൻ വീഡിയോ 1, വീഡിയോ 2, വീഡിയോ 3, അതാണ് V1, V2, V3 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതിൽ ഏതുമായിട്ടാണ് മാസ്ക് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വീഡിയോ 2-ൽ കിടക്കുന്ന ടെസ്റ്റുമായിട്ടാണ് മാസ്ക് ചെയ്യേണ്ടത്. അത് ഞാനിവിടെ വീഡിയോ 2 സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെസ്റ്റിനുള്ളിലേക്ക് ആ വീഡിയോ വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മുടെ ടെസ്റ്റിനകത്ത് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ എഫക്ട്സ് കൺട്രോൾസിൽ മാറ്റിനകത്ത് വീഡിയോ 2 ആണ് കിടക്കുന്നത്. ഞാനിത് ഒന്നും കൂടി വലിച്ച് ഒരു വടിയും കൂടെ, നമുക്ക് അതിൻ്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ഒന്നും കൂടി വലിച്ച് വെള്ളിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ടെസ്റ്റ് പോകുന്നതാണ്. നമുക്കതൊന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടെസ്റ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു പടി മുകളിലേക്ക് വലിച്ചിട്ടത് കൊണ്ട് അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. നമ്മൾ ട്രാക്ക് മേറ്റിൻ്റെ എഫക്റ്റിൽ വീഡിയോ 3, അതായത് 3ാമത്തെ ലെയറിലേക്കാണ് നമ്മുടെ ടെസ്റ്റ് പോയിരിക്കുന്നത്. അത് വീണ്ടും ഒന്നും കൂടി കാണിച്ചു കൊടുക്കുക. അതായത് ടെസ്റ്റിന് ഏത് വീഡിയോ ആയിട്ടാണോ മാസ്ക് ചെയ്യേണ്ടത് കാണിച്ചു കൊടുക്കുക. നമ്മുടെ 3ാമത്തെ ലെയറിലാണ് എൻ്റെ ടെസ്റ്റ് കിടക്കുന്നത്. അതാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, വീണ്ടും അത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് വിൻഡോയിൽ പോവുക. തൊട്ട് താഴെ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ മേറ്റ്, അതായത് നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കളർ മേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. കളർ മേറ്റിനകത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറാണോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു നമ്മളോട് ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കളർ മേറ്റ് നമ്മുടെ ടൈം ലൈനിലേക്ക് വരുന്നതാണ്. ലെയറിൻ്റെ അകത്തോട്ട് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ടെസ്റ്റിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റിൻ്റെ അകത്ത് വീഡിയോ മാസ്ക് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്ക് VIDEOEDITING മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.